ഹലോ പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മള് 5ാം ക്ലാസ്സിന്റെ ലിസാനുൽ ഖുർആനിന്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ്. നമുക്ക് അടുത്ത എക്സാം ലിസാനാണ്. അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം. നമുക്ക് ആദ്യം ബ്രാക്കറ്റിൽ നിന്ന് നമുക്ക് യോജിച്ചവ ചേർത്ത് കൊടുക്കാനാണ്. അത്വാമു ഡാഷ്, അത്വാമു ലദീദുൻ, ഭക്ഷണം രസമുള്ളതാണ്. അടുത്ത അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സഹാബിയുൻ, സഹാബിയാണ്. മൂന്നാമത്തത് ഡാഷ് ഔലാദു ഇലൽ മദ്രസത്തി, ഹറജൽ ഔലാദു ഇലൽ മദ്രസത്തി, കുട്ടികൾ മദ്രസയിലേക്ക് പുറപ്പെട്ടു. ഹറജ. ഡാഷ് അൽ ഫായിസു യാ ഉസ്താദ്, ആരാണ് വിജയി? ആരാണ്? മൻ, മനിൽ ഫായിസു യാ ഉസ്താദ്, മൻ എന്നിവിടെ ഇതാ. അടുത്തതോ ഡാഷ് മക്കറു സമസ്ത, സമസ്തയുടെ ഓഫീസ് എവിടെയാണ്? എവിടെ? ഐന, ഐന എന്ന് എഴുതാം. ഇനിയോ അൽ ബിന്തു ഡാഷ്, അൽ ബിന്തു ജാലിസത്തുൻ, പെൺകുട്ടി ഇരിക്കുന്നവളാണ്. ഇനിയോ ദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാസു ഇസ്ലാമി എന്നാണ്. അപ്പോ ഇലൽ ഇസ്ലാമി, ഇസ്ലാമിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ ക്ഷണിക്കുകയാണ്. ദാ, അപ്പൊ അവിടെ ഇലൽ ഇസ്ലാം എന്നത് ചേർത്ത് കൊടുക്കാം. ഇത്രയാണ് അവിടെ യോജിച്ചത് ചേർക്കാൻ വന്നത്. ഇനി അടുത്തത് നമുക്ക് ഇസ്മ, ഫേല്, ഹർഫ് അത് വേർതിരിക്കാനാണ്. അവിടെ വന്നത് ബന, നബി, അതൊക്കെ എന്താണ്? ബന എന്നുള്ളത് ഹർഫാണ്. നമുക്ക് അവിടെ ആദ്യം ഇസ്മുകൾ എഴുതാം. നബി, അസ്ഹാബ്, മസ്ജിദ്, മദീന, ഹാമിദ്, സ്വദീഖ്, ഹദീഖത്ത്, ഇതൊക്കെ ഇസ്മുകളാണ്. അത് അവിടെ എഴുതാം. ഇനി ഫേല്, ഫേല് ബന, പിന്നെ ഹറജ, ഇത് ഫേലാണ്. ഇനി ഹർഫുകള് വ അസ്ഹാബു എന്നുള്ളതിൽ വ, ഫി, ഫി, പിന്നെ മാ, ഇല, ഇത് ഹർഫുകളാണ്. അങ്ങനെ ഓരോന്നും വേർതിരിക്കാൻ നമുക്ക് വന്നാല് വേർഡ്സ് വന്നാൽ മനസ്സിലാക്കി എഴുതാൻ കഴിയണം. ഇനി നക്തുബുൽ ജം, ഇവിടെ മുഫ്രദ് തന്നിട്ടുണ്ട്. ഇനി ജം എഴുതണം. തിഫ്ലുൻ ജംഅ് അത്ഫാലുൻ, മുഫ്രദ് തിഫ്ലുൻ കുട്ടി, അതിന് ജംഅ് അത്ഫാലുൻ കുട്ടികൾ. അടുത്തത് ലിസ്സുൻ, ലിസ്സുൻ മുഫ്രദ് കള്ളൻ, അപ്പൊ ലുസൂസുൻ കള്ളന്മാർ, ലുസൂസുൻ കള്ളന്മാർ. ഇനി നുക്കമ്മിൽ ഹിവാർ, ഒരു ഹിവാറാണ്. നമ്മൾ പാഠഭാഗത്തിലുള്ള ഹിവാർ തന്നെയാണ്. യാസിറും ഷാക്കിറും തമ്മിലുള്ള സംഭാഷണം, അത് പൂർത്തിയാക്കി കൊടുക്കണം. അപ്പൊ യാസിർ അസ്സലാമു അലൈക്കും, ഷാക്കിർ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഷാക്കിർ ഇസ്മി ഷാക്കിറുൻ, എന്റെ പേര് ഷാക്കിറാണ്. ഇപ്പൊ യാസിറെ എന്താ ചോദിക്കുന്നത്? ഡാഷ് ബൈത്തുക്ക, എന്താണ്? നമുക്ക് അവിടെ ബോക്സ് നിന്ന് എടുത്തിട്ട് വേണം അവിടെ പൂർത്തിയാക്കി കൊടുക്കാന്. ഐന ബൈത്തുക്ക, വീട് എവിടെയാണ് എന്നാണ്. അപ്പൊ ഷാക്കിർ മറുപടി പറയാണ് ബൈത്തി ഖുർബൽ മസ്ജിദ്, മസ്ജിദിന്റെ അടുത്താണ്. പിന്നെന്താണ് യാസിർ ചോദിക്കുന്നത്? ഡാഷ് ഉലുവം ഫി ഉസ്രതിക, നിന്റെ കുടുംബത്തിൽ അംഗങ്ങളുണ്ട്, എത്ര അംഗമുണ്ട് എന്നുള്ളതാണ്. അപ്പടെ കം, കം അല്ലേ, കം ഉലുവൻ ഫി ഉസ്രതിക, എത്ര അംഗങ്ങളുണ്ട് എന്ന് ഷാക്കിറിനോട് ചോദിക്കുന്നു. അവൻ മറുപടി പറഞ്ഞു ഹംസത്തു അലോ ഇൻ, 5 പേരുണ്ട്, 5 പേരുള്ള ഒരു കുടുംബമാണ് എന്റേതെന്ന് ഷാക്കിർ പറയാണ്. ഇനി അവിടെ നമുക്ക് അറബിയിലേക്ക് ആക്കണം. എന്താണ്? ആൺകുട്ടി പുസ്തകം വായിച്ചു. ഖറഅൽ വലദുൽ കിതാബ്, ഖറഅൽ വലദുൽ കിതാബ്, ആൺകുട്ടി പുസ്തകം വായിച്ചു. ഇനിയാ കൈറാല ജമിയത്തുൽ ഉലമ, ഇത് അറബീകരിക്കാൻ നമ്മൾ പാഠത്ത് പഠിച്ചിട്ടുണ്ട്. എന്താണ്? ജമിയത്തുൽ ഉലമായി ലി ഉമൂമി കൈറാല, ജമിയത്തുൽ ഉലമായി ലി ഉമൂമിൽ കൈറാല എന്നാണ്. കേരള എന്നതാണ്, മനസ്സിലാക്കിയാൽ മതി. അടുത്തത് എന്താണ്? ഇനി ഇവിടെ അറബി തന്നത് പരിഭാഷപ്പെടുത്തണം, അർത്ഥം എഴുതണം. അൽ കിതാബു ജദീദുൻ, പുസ്തകം പുതിയതാകുന്നു. അടുത്തതാ സാഫറ തിഫ്ലുമാ ഖാഫിലത്തിൻ, യാത്രാ സംഘത്തോടൊപ്പം കുട്ടി യാത്ര പോയി എന്നതാണ്. ഇനി നക്തുബുൽ മായന, അർത്ഥം എഴുതാനാണ്. ഇഷ്തഹറ, ഇഷ്തഹറ പ്രസിദ്ധമായി. നമ്മളെല്ലാ പാഠത്തിന്റെ അടിയിൽ നമുക്ക് കുറച്ച് വേർഡ്സുകൾ മീനിങ് തരുന്നുണ്ട്. അപ്പൊ അവിടുന്ന് ഇതുപോലെ വരാം. അപ്പൊ എല്ലാ പാഠത്തിന്റെയും നന്നായി മനസ്സിലാക്കണം. ഇഷ്തഹറ എന്ന് പറഞ്ഞാല് പ്രസിദ്ധമായി. അടുത്ത ഷബാബുൻ,
ഷബാബുൻ യുവാവ്, ഷബാബുൻ യുവാക്കൾ. അടുത്തതാ ബക്ക കരഞ്ഞു, ബക്ക കരഞ്ഞു. അടുത്ത മുസാബക്കത്തുൻ മത്സരം, മുസാബക്കത്തുൻ മത്സരം. അപ്പൊ നമ്മള് ഓരോ പാഠത്തിലും നമ്മള് ഓരോ കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന് അദവാത്തുൽ ഇസ്തിഫ്ഹാം, പിന്നെ ഇസ്മും ഫേലും ഹർഫും വേർതിരിക്കുന്നത് മനസ്സിലാക്കി. ജുംലത്തു ഫേലിയ മനസ്സിലാക്കിയിരുന്നു നമ്മളെ, സെന്റൻസ് ഫേല് കൊണ്ട് തുടങ്ങുന്നത്. അതുപോലെ ജുംലത്തുൽ ഇസ്മിയ ഇസ്മ കൊണ്ട് തുടങ്ങുന്നത്, ഇതൊക്കെ മനസ്സിലാക്കണം. ഒരു വേർഡ്സ് തന്നിട്ട് അതിലെ ഇസ്മ ഏതാണെന്ന് അണ്ടർലൈൻ ചെയ്യാൻ എടുത്ത് എഴുതാനൊക്കെ വന്നാല് നമുക്ക് എഴുതാൻ കഴിയണം, മനസ്സിലാക്കുക. അപ്പൊ ഇത്രയാണ് ഈ ചോദ്യ പേപ്പറിന്റെ കൂടെ മനസ്സിലാക്കാനുള്ളത്. എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത ചോദ്യ പേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.